എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലം മുഗൾ ഗാർഡൻ, നിഷാദ് ഗാർഡൻ എന്ന് പറയുന്ന ഈ ഗാർഡനാണ് കേട്ടോ. മുഗൾ ഒരു ഗാർഡനാണ്. അവിടെ എന്തോ ഒരു ഫോർട്ട് പോലെ എന്തോ കാണുന്നുണ്ടായത്, അതിൻ്റെ മേലെ ഗാർഡനാണ് എന്തോ ആണ് സംഭവം. ഏതായാലും ഇത് നിൽക്കുന്നത് നമ്മളെ ദാൽ ലേക്കിൻ്റെ, ശ്രീനഗറിലെ ദാൽ ലേക്കിൻ്റെ തീരെ തന്നെയാണ് കേട്ടോ. ഇവിടെ നിഷാദ് ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെ സംഭവമുണ്ട്. അവിടെ പോയിട്ട് വെള്ളം, അതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങിയിട്ട് പോകണം. കാരണം അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വെയിലാണ്, എവിടെയെങ്കിലും തണുത്ത് പോയി ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചായയും സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വരാം. ഇത് നമ്മളെ നിഷാദ് മുഗൾ ഗാർഡനിലെ അതിലേക്ക് ദാൽ ലേക്ക് എന്നുള്ള വ്യൂ ആണ് കേട്ടോ. ദാൽ ലേക്കിലേക്കുള്ള വ്യൂ ആണ്. നല്ല രസമായിട്ടുള്ള ഗാർഡനുകളുണ്ട് അവിടെ താഴെ. അവിടെ നേരെ ഇങ്ങോട്ട് മുകളിലോട്ട് കയറിയാൽ ഇതിൻ്റെ മുകളിൽ ഈ ഫോർട്ടാന്ന് തോന്നുന്നത്. ഈ ഫോർട്ടിൻ്റെ മുകളിൽ ഫുള്ള് മണ്ണൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. റോസ് कुठल्या बाजूने जायचंय? इकडे इकडे झेंडा आला तेव्हा അതെ, വലിയ ടീം ഒരാ ബൈക്ക് പോയിക്കോട്ടെ. അപ്പോൾ ഇതിങ്ങനെയാണ്, ഇത് ക്രോസ് ചെയ്യാനുള്ള വഴി. ഇതിങ്ങനെയാണ് കേട്ടോ. ഐവ അടിപൊളി പൊളി. ഈ വരുന്ന വെള്ളം എവിടെ നിന്നാണ് ആവട്ടോ. ഇതിൽ ആ വെള്ളം അവിടുന്ന് ഇങ്ങനെ ഒഴുകി ആ മേലെന്ന് ഒഴുകി വന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ഒഴുകിയിട്ട് അത് താഴേക്ക് ചാടിയിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവാണ്, ഒഴുകി അങ്ങനെ പോവാണ്. അവിടുന്ന് തിരിച്ച് മോട്ടർ അടിച്ച് മേലോട്ട് തന്നെ കയറ്റുന്നുണ്ടോ, അതങ്ങനെ ഒഴുകി പോവാണോ അറിയില്ല. ചിലപ്പോൾ നാച്ചുറൽ സ്ട്രീമിൽ നിന്നുള്ള വെള്ളമൊക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നാച്ചുറലായിട്ട് ഇങ്ങനെ വർഷം മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളങ്ങളുണ്ട്. ചിലപ്പോൾ അത് യൂസ് ചെയ്ത് കണ്ടുണ്ടാക്കിയതൊക്കെ ആവാനും ചാൻസ് ഇല്ലാതില്ല. മേലെ പോയൊക്കെ അറിയാം. ഇതിലുള്ള വഴി ക്ലോസ്ഡ്, ഇതിലെ പോകേണ്ടി വരും. ഗാർഡനാണ്, ഫോട്ടോ എടുക്കാനൊക്കെയാണ്, ഫാമിലിയായിട്ട് വന്നിരിക്കാനും അതിനൊക്കെ പറ്റുന്നതാണ്. ഒറ്റക്ക് വരുന്ന എന്നെപ്പോലുള്ളവർക്കൊന്നും എന്നെപ്പോലെ ഒറ്റക്ക് വരുന്നവർക്കുള്ളതല്ലത്. ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് സംസാരിച്ചിരിക്കുന്നവർക്കുള്ളതാണ്. ഒറ്റക്ക് വന്നാൽ ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എല്ലാവരും വീഡിയോ എടുത്ത് കണ്ട് പോകേണ്ടി വരും. പൂക്കളൊരു രക്ഷയില്ല. പല കളറുള്ള റോസുകൾ. എന്താ ബ്യൂട്ടിഫുൾ. കാശ്മീർ എല്ലാം കൊണ്ടും മനോഹര. ആളുകളുടെ മനസ്സും എന്തൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്ന് പറയുക. ഇവിടുത്തെ ആളുകൾ ഭയങ്കര സ്നേഹവും സ്വീകരണവും കാര്യങ്ങളൊക്കെയാണ്. എന്ത് ലുക്കാ, പ്രതീക്ഷിക്കാത്ത ലുക്കാ. ചുവന്ന പൂക്കൾ രണ്ട് സൈഡിലും അങ്ങനെ മുകളിൽ വരെ, ഇടയിൽ റോസ് പൂക്കളും. ഇവർ
ഇവിടത്തേക്ക് തണുപ്പ് കാലം എത്ര മനോഹരമായിട്ടായിരിക്കില്ലേ ഈ മുഗൾ രാജാക്കന്മാരൊക്കെ ആസ്വദിച്ച് ജീവിച്ചിട്ടുണ്ടാവുക. എന്ത് മനോഹരമായിട്ടാണ് അവരിതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ പൂവിൻ്റെ കളറുകൾ മാറുക എന്നല്ലാതെ ഡിസൈനൊക്കെ സെയിം തന്നെ. ഇതിങ്ങനെ ഇടയിലടിയിൽ വാട്ടർഫാളായിട്ടും. ഇവിടെ ദേ കാശ്മീരി കോസ്റ്റ്യൂംസ് ഉണ്ട്, കാശ്മീരി ഡ്രസ്സുകൾ. അത് ഇട്ടിട്ട് കാശ്മീരി ആയിക്കാണ്ട് ഫോട്ടോ എടുക്കാം. അത് ഇട്ട് ചോദിച്ചുകൊണ്ട് കാശ്മീരി ആവില്ല, ഇട്ടുകാണ്ട് കാശ്മീരി ആയിക്കാണ്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ. അങ്ങനെ ഗാർഡൻ്റെ ഏകദേശം മുകൾക്ക് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം ഉണ്ട് കേട്ടോ, നല്ല ലോങ്ങിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വീണ്ടും ഇങ്ങോട്ട് വരെ ഫോർട്ട് അല്ലെങ്കിൽ അവരെ പാലസ് ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കിലതാ ആ സൈസ് ഡിസൈനൊക്കെ കാണുന്നത്. ഏതായാലും ഒരു ഭയങ്കര സംഭവം തന്നെ ഈ മുഗളന്മാർ. അത്യാവശ്യം ഫോർട്ടുകളും പാലസുകളൊക്കെ ഇവർ ഇന്ത്യ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, അതിൻ്റെ ഉള്ളിലൊക്കെ എൻട്രി ഉണ്ട്. ഇതിൽ പിള്ളേർ ചാടി കുളിക്കണം. അതാണ് നമ്മളെ നാട്ടിലാണെങ്കിൽ അടിക്കാനായിക്കില്ല. ഇവിടെ ഫുൾ ഫ്രീഡാണ്. കാശ്മീരിൽ പൊതുവെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും കണ്ടില്ല. ജനങ്ങൾക്ക് ജീവിക്കാനുള്ള റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ പാർക്കുകൾ മറ്റേത് മറിച്ച് എന്തിന് വണ്ടിയിൽ ഹെൽമെറ്റ് നോക്കുന്നില്ല, സീറ്റ് ബെൽറ്റ് നോക്കുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ നല്ലതാട്ടോ. അതൊക്കെ നോക്കലും ചെക്ക് ചെയ്യൊക്കെയാണ് വേണ്ടത്. ആവശ്യമുള്ള കാര്യത്തിന് അവർ യാതൊരു ശ്രദ്ധയില്ല, ആവശ്യമില്ലാത്തതിന് ഭയങ്കര ശ്രദ്ധിക്കും. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങളുടെ ജീവിതത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. ഇപ്പം അതൊക്കെ കുറേ കുറഞ്ഞുണ്ട്, എന്നാലും ഡെയിലി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. ഇതിന് ഫോർട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇതേമാതിരി ഇതിൻ്റെ മേലെ ഗാർഡൻ എന്താണാവോ, അത് അതും കയറിയൊക്കെ അതായത് അവിടെ നിന്നാണ് ആ വെള്ളം വരുന്നത്. ആ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാനുള്ള ഒരാഗ്രഹം എനിക്ക് താഴ്ന്നേയുണ്ട്. പബ്ലിക് നോട്ടീസ് ഇറ്റ് ഈസ് അപ്പോൺ പബ്ലിക് ദാറ്റ് ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കണമെന്ന്, തെറ്റിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുന്നു. അങ്ങനെ അവർ ഡൽഹിയിൽ അവിടെയൊക്കെയുള്ള ഒരു മുഗൾ നിർമ്മിത രീതികൾ ഇവിടെയും കാണുന്നുണ്ട്. ഏതായാലും അന്നത്തെ കാലത്ത് ഒരു നല്ല കരിങ്കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കിയോണ്ട് ഇന്നും ഇതുപോലെ ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് ഗാർഡന്. അവിടുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തുനിന്നാണ് വരുന്നത്. അവിടെ പിള്ളേരെ ക്രിക്കറ്റ് കളിക്കുന്നു. എജ്ജാതില്ലേ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ബാക്കൊക്കെ പിന്നെ മലയാണ്. ഞാൻ എന്നിട്ട് വരുന്ന തന്നെ ആയിരിക്കും, പറയാൻ പറ്റില്ല. വെള്ളച്ചാട്ടം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിടേക്കും കയറാനുള്ള വകുപ്പുണ്ടല്ലോ. പോയൊക്കെ അങ്ങോട്ട് കയറാനുള്ള വകുപ്പില്ല, കയറിയാൽ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, അവിടേക്ക് അതാ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ലീക്കായൊക്കെ വരുന്നു. അത് വെള്ളം ഇങ്ങനെ കറക്റ്റ് സ്ലോപ്പാക്കി ഉണ്ടാക്കി കൊടുത്ത് ചെറിയ തട്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടാണ് ആ ഒരു പ്രത്യേക രസം കാണാൻ. ചെറിയ തട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. അങ്ങ് ഡാൽ ലേക്ക് വരെ നീണ്ട് കിടക്കുന്ന വിശാല സുന്ദരമായിട്ടുള്ള നിഷാദ് മുഗൾ ഗാർഡൻ.
ഇവിടെ ഈ മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ അടിപൊളി കേട്ടോ. നമുക്ക് വെള്ളത്തിൻ്റെ സെൻറ്ററിൽ ഒന്ന് നോക്കാം. എവിടെയാ പൊള്ളിയല്ലേ, പൊളി വ്യൂ. വെളിച്ചം അടിച്ചുകൊണ്ടുള്ള ഒരു ഉണ്ടാവും, പക്ഷെ കണ്ണുകൊണ്ട് കാണാൻ വളരെ മനോഹരം കേട്ടോ. അടിപൊളിയാണ്, പൊളി വെക്കാം. കാശ്മീരിൻ്റെ മറ്റ് അടിപൊളി വീഡിയോ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. താങ്ക് യു, ബൈ ബൈ.